എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കീഴിൽ റിയാക്ഷൻ ആണ് ജയിലർ 2. യെസ്, തീ അമ്പോ കൊടൂര സാധനം, പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു പ്രൊമോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് റീസെന്റ് ആയിട്ട് ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് പ്രൊമോ, ഗംഭീര സാധനം. അതായത് ഇപ്പം ഇതിന്റെ മുന്നേ കൂലിന്റെ വന്നിട്ടുണ്ടായിരുന്നു, തലൈവറുടെ തന്നെ നോക്കുകയാണെങ്കിൽ അതിന്റെയൊക്കെ അപ്പുറം. അതെ, ഒരു കമന്റ് ഉണ്ടായിരുന്നേ, അതായത് ഒരുത്തം പറഞ്ഞാണ് ഇതിങ്ങനെയാണെങ്കിൽ സിനിമയുടെ വലുപ്പം എത്രത്തോളം വലുതാണ്, പിന്നെ ഇത് ഇത്രയും വലിയ പ്രതീക്ഷയല്ലേ നിൽക്കുന്നത്. അതായത് ഒരു അനൗൺസ്മെന്റ് ടീസർ എന്ന് പറഞ്ഞാൽ അത് സിനിമ ചെയ്യാൻ പോകുന്നു, ആ ചെയ്യാൻ പോകുന്ന സാധനത്തില് ഇത്ര ഭീകരമായിട്ടുള്ള സാധനം തന്നിട്ടുണ്ടെങ്കിൽ ആ സിനിമ എന്തായിരിക്കും ശരിക്കും സത്യം. പക്ഷെ എന്നാലും ഒരു പേടി എന്താണെന്നറിയോ, ഇത് പോയിട്ട് ഇനി വരുന്നൊരു വില്ലൻ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചെറിയൊരു പേടി മനസ്സിലാണ്. കാരണം അതായത് വിനായകൻ ചെയ്തു വെച്ചൊരു സംഭവം ഉണ്ട് സിനിമയില്, അങ്ങനത്തെ ഒരു വില്ലൻ തന്നെയാണ് ഈ സിനിമയിൽ ഇനി വരുന്ന സിനിമയിലും ആവശ്യം ഉണ്ടാവുക. ഇത് അതിന്റെ രണ്ടാം ഭാഗമാണ്. മാത്രമല്ല വരുന്നത് കുറച്ചുകൂടി കൂടുതൽ പവറോടെ ആയിരിക്കും. അപ്പൊ അതിനേക്കാളും അപ്പുറം നിൽക്കുന്ന ഒരു വില്ലൻ വേണം. എന്തെന്നുള്ളതാണ് ചോദ്യം, ആര് എന്നുള്ളതാണ്. ദയവ് ചെയ്തിട്ട് അങ്ങോട്ട് കയറരുത് പ്ലീസ്, ഇറക്കരുത്. സഞ്ജയ് ദത്ത്, ബോബി ഡിയോള് ഇങ്ങനെയുള്ള ഐറ്റംസിനൊന്നും കൊണ്ടുവരരുത് പ്ലീസ്, ദയവ് ചെയ്ത്. പിന്നെ മറ്റൊന്നും കൂടി, ഫോറിനേഴ്സ് അത് അതായത് സിനിമ വലുതാക്കാൻ വേണ്ടിയിട്ട് ഫോറിനേഴ്സ് വില്ലന്മാരെ ഇറക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാ വലിയ സിനിമ ആവാൻ വേണ്ടിയിട്ട് ദയവ് ചെയ്ത് അങ്ങനെ ചെയ്ത്. ഈ ഒരു സംഭവത്തിന് ഇങ്ങനത്തെ ഒരു സാധനം തന്നെയാണ് ഏറ്റവും അടിപൊളി. അതായത് ജയിലറിൽ ചെയ്തിട്ടുണ്ടായിരുന്ന രീതി എങ്ങനെയായിരുന്നു, സിനിമ വൻ സിനിമയാണ്, പക്ഷെ അതിന്റെ വില്ലൻ എന്ന് പറഞ്ഞാൽ ഒരു നാടൻ സ്റ്റൈലുള്ള വില്ലൻ. അത് ഇനി ഇത് വരുന്നതിനകത്ത് അങ്ങനെ ആയിരിക്കുമോ, സംശയമാണ്. അത് സംശയിക്കാണ്ടിരിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. വലിയ പരിപാടി ആയിരിക്കും എന്തായാലും. കാരണം അത് നമുക്ക് ഇതിന്റെ പ്രൊമോ കാണുമ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് വ്യക്തമാവുന്നുണ്ട്, ചെറിയ പരിപാടിയൊന്നും ആയിരിക്കില്ല. കാരണം അതിന്റെ പിറകെ വലിയ ആൾക്കാർ വരുന്ന നമ്മുടെ വർമ്മൻ അന്നേ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെ, ശരിക്കും ഇപ്പൊ തോന്നുന്നുണ്ട് വർമ്മനെ അങ്ങനെ ഒറ്റയടിക്ക് ആസിഡിനകത്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇല്ലെങ്കിൽ ഒരു ഭീകര ഐറ്റം ആവൂലായിരുന്നടാ. എനിക്ക് തോന്നുന്നു നെൽസൺ അന്ന് ചിന്തിച്ചിട്ടുണ്ടാവൂല ഇതിനൊരു രണ്ടാം ഭാഗം ചെയ്യണമോ, അല്ലെങ്കിൽ സിനിമ ഇത്രയും ഭയങ്കര ഇതാവുന്ന ആൾ ചിന്തിച്ചിട്ടുണ്ടാവൂലേ. അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചു വരും. എന്തായാലും അത് തീർച്ചയായും ചിന്തിച്ചിട്ടില്ല. കാരണം മറ്റൊന്നും കൂടി ഉണ്ട്. അതായത് ആൾറെഡി ജയിലർ സംഭവിച്ചത് തന്നെ ചെറിയ നൂൽപ്പാലത്തിലാണ്. രജനീകാന്ത് സിനിമാ കരിയർ നിർത്താൻ പോവാണെന്നുള്ള രീതിയിലൊക്കെ അന്ന് ന്യൂസ് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഭയങ്കര ഹിറ്റാണ്. ഇപ്പൊ എല്ലാ സിനിമകളും വരുന്നത് ഹിറ്റാവുന്നു. വേട്ടയെ മാത്രമാണ് കുറച്ച് മോശമുള്ളത്. അപ്പോൾ എന്തായാലും ആള് ആ ഒരു മൈൻഡിലല്ല ഇപ്പൊ കണ്ട പല സിനിമ ഇപ്പൊ മൊത്തം ചെയ്യട്ടെ കൊണ്ട് അല്ല. പിന്നെ ഇത് കത്തി നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ ചെയ്തോണ്ടിരിക്കണം, അല്ലാണ്ട് ആ സമയത്ത് നിർത്തിപ്പോയിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും ഇന്നലെ ടീസർ ഇറങ്ങി തകർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അതിന്റെ ഒരു ട്രോള് ഇറങ്ങിയിട്ടുണ്ട്, നമ്മുടെ PK ട്രോൾസിന്റെ. പിന്നെ ഒഴിച്ചുകൂടാനാവാത്ത PK നമ്മുടെ വീഡിയോ ആണ്. അതെ, അപ്പൊ നമുക്ക് എന്തായാലും അത് കാണണം. യെസ്, ഓക്കെ, കാണാം. നമ്മളുണ്ടാവുക അവസാനിച്ചു എന്ന് തോന്നുന്നില്ല. മാറി വെളിച്ചം പരന്നുവെന്ന് ലോകം പറഞ്ഞു പഠിപ്പിച്ചേക്കാം. കണ്ണിമ വെട്ടാതെ കരുതിയിരിക്കും. അവിടെയാണ് കാലം പതുക്കി വെക്കുന്ന തുടർച്ചയുടെ പാന്തമാണ്. This is what they said. വേറെ മാറി something fishy. പുൽക്കഥ ഇങ്ങനെയാണ്. നിനക്ക് മാസാണ് വേണ്ടത്. കൊഞ്ചം അങ്കേ പാർക്കണ്ണ.
Tiger Muthuvel Pandian. He's coming back. हुकुम टाइगर का हुकुम മൂപ്പര് പിന്നും ഈ മണ്ണ് കാലുത്തണമെങ്കിൽ അതിന് തക്കതായ കാരണം കാണുമല്ലോ നായരെ. വെറുതെ ആവില്ല, ഇതിലെന്തോണ്ട്? കാണാൻ പോണ പൂരത്തെ പറ്റി ഇപ്പൊ ഞാനൊന്നും പറയില്ല. അതൊരു രാഷ്ട്രീയ സസ്പെൻസ് ആയിരിക്കട്ടെ. അപ്പൊ ചുറ്റും ഇങ്ങനെ ആൾക്കാർ അന്തം വിട്ടിരിക്കുക. ആ മതിലിന്റെ പുറകെ ഒരടിക്ക് പോണുണ്ടെന്നല്ലേ കേൾപ്പറ്റ അശരീ കേട്ടോ. അവിടെയാണ് ശരിക്കും ട്വിസ്റ്റ്. നമ്മൾ വിചാരിക്കും നെടുമുഴുവൻ ഡയലോഗ് അടിച്ചിട്ട് കുളമാക്കുന്നു. ഇത് വെറുതെ സോറി അങ്കിൾ, അടിയില്ല വെടി മാത്രം. ടൈഗർ കാ പ്രസിഡന്റ് വെടിച്ചില്ല സാധനം. കഴിവുള്ള പലരുടെയും കഴിവുകൾ മറ്റുള്ളവർ കാണുന്നില്ലല്ലോ. നീ എന്താ കുത്തുന്നത്? ഒന്നും എഴുതാനില്ല, സംഭവം കാലക്കുണ്ട്. അതെ, പലരും പറഞ്ഞ് പഴകിയതാണെങ്കിലും അത് യൂസ് ചെയ്തോ എല്ലാരും പാടെ പാടുന്നത്. வயசானாலும் உன் ஸ்டைலும் அழகும் இன்னும் ஒன்று விட்டு போகல. அன்னைக்கும் இன்னைக்கும் எப்பவுமே உங்களுக்கு மட்டும்தான் பொருளும். പാണി വരുന്നുണ്ടവരാച്ചാ. टाइगर का हुकुम എന്റെ മോനെ ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. ഈ രണ്ടുപേര് ലാസ്റ്റ് കാണിച്ചില്ലേ, അതായത് ഡോക്ടർ ശിവരാജ് കുമാർ പിന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ, ഇവർക്ക് ഫസ്റ്റിൽ കൊടുത്ത അത്ര പോരാ, അതിനേക്കാളും കൂടുതൽ സ്പേസ് കൊടുക്കും. കുറച്ചുകൂടി അതെന്തായാലും ഉണ്ടാവും. ഞങ്ങൾ ആരാധകർ കാത്തിരിക്കുന്ന ഒരു സംഭവമാണ്. തിയേറ്റർ ഞങ്ങൾ ഇങ്ങനെ കത്തിക്കണം, അതിന് വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെ കത്തുന്നതിൻ്റെ അവിടെ വരെ എത്തിയിരുന്നു, പക്ഷെ കത്തിക്കാൻ പറ്റിയില്ലായിരുന്നു. അല്ല, ഇത് ചിന്തിച്ചു നോക്ക്. അതായത് വില്ലന്മാരുടെ എണ്ണം കൂടും, വില്ലന്മാരുടെ മൊത്തം പരിപാടി വലുതായിരിക്കും. അപ്പൊ എന്തായാലും ഇവര് 3 പേരും ശരിക്കും രംഗത്തിറങ്ങണം. പിന്നെ എങ്കിലും അതിന്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അത് കാത്തിരിക്കുക കേട്ടോ. ഭീകര സാധനം. എന്തിനു പറയണം, ഈ ഒരു വീഡിയോന്റെ ലാസ്റ്റ് ആ 3 പേരെ കൂടെ കാണിക്കുമ്പോൾ ഉള്ള സംഭവം തന്നെ മതി. ഇത് തന്നെ ഇട്ടുകൊടുത്താൽ അതാ പറഞ്ഞേ, ഈ സാധനത്തിന്റെ ഈ ലാസ്റ്റത്തെ ഒരു സാധനം മാത്രം ഇട്ടുണ്ടെങ്കിലോ എമ്മാതിരി സാധനമായിരിക്കും, വേറെ പൊളി ഐറ്റം ആയിരിക്കും. അതായത് ഇതേ സാധനം ലാസ്റ്റ് കാണിച്ച അതേ ഷോട്ടുകൾ ലാസ്റ്റ് ആ പ്രൊമോ കഴിയുന്നതിന് അതിനകത്ത് കൂടി ലാസ്റ്റ് എൻഡിൽ ഇത്ര കാണിച്ചാൽ മതി, ഇത്ര സെക്കൻഡുകൾ മാത്രം കാണിച്ചാൽ മതി. ഓ ജമ്മോ, എന്നാ ആളി കത്തിയനെ. എന്താണ് പിന്നെ അതുണ്ടാവുന്നിരിക്കൂല. എന്തായാലും ഒറ്റയ്ക്ക് മുത്തുവേൽ പാണ്ടിന് താങ്ങാൻ പറ്റുന്ന ടീമായിരിക്കൂല എതിരെ ഉള്ളത്. എന്ത് ഹേയ് ഇതില് കൂടുതൽ, അതായത് ഇപ്പം അവരെ കാണിച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, അതായത് ജയിലർ മുത്തുവേൽ പാണ്ഡ്യന് പരിചയമുള്ള ആൾക്കാർ ഇനി കൂടുതലുണ്ട്, വേറെ ആൾക്കാരെ കൊണ്ടുവരും. അതുണ്ടാവുമായിരിക്കും. അത് ചിലപ്പോൾ അതിനകത്ത് ഇനി ആഡ് ചെയ്ത് വന്നേക്കാം ഇവരുടെ പുറത്തന്നെ. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ ചെറിയ പുള്ളികളല്ല, അതാണ് അതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ്. വരുമ്പോഴേ ഇവരെ മാറ്റി, ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാറിന് എന്തോ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, എന്തോ അസുഖമുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് അമേരിക്കയിൽ പോകാന്നുള്ളത് ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഷൂട്ട് നടക്കാൻ ഇനി സമയമുണ്ട്, കഴിഞ്ഞ് വന്നിട്ട് ചെയ്യുവേ. കാരണം ആളുടെ തന്നെ കരിയറിലെ ഏറ്റവും അടിപൊളി ഒരു സാധനമാണിത് ചെയ്തത്. അപ്പോൾ ആളെന്തായാലും ലാലേട്ടൻ്റെയും അതപ്പോൾ അവർ ഒഴിവാക്കുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ബാക്കിയൊക്കെ ആള് കൂടാൻ ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കിയാ പോയി. അപ്പൊ എന്തായാലും അടിപൊളിയാവട്ടെ. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.